ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി മാറ്റത്തെ പറ്റിയാണ്. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഏഴര ശനി ദോഷം, കണ്ടക ശനി ദോഷം, അഷ്ടമ ശനി ദോഷം, ഇങ്ങനെയുള്ള ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ മാസം ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. വക്രഗതി എന്ന് പറയുന്നത് ശനിയുടെ സഞ്ചാരത്തിന് നേർവിപരീതമായിട്ടുള്ള പിന്നോക്കം, അതായത് പിന്നോട്ടുള്ള സഞ്ചാരം എന്നാണ് അതിനർത്ഥം. വക്രഗതിയിലേക്ക് ജൂലൈ മുതൽ ശനി സഞ്ചരിക്കുമ്പോൾ അതും മീനം രാശിയിൽ തന്നെയാണ് വക്രഗതിയിലേക്ക് സഞ്ചാരം. ഈ വക്രഗതി കാലഘട്ടങ്ങൾ ശനിയുടെ ദോഷങ്ങൾ കുറയും. ശനി പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം ആ ശനി ദോഷങ്ങൾ ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് വിട്ടുമാറും എന്നുള്ളതാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഈ ഒരു സമയം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരാവുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച, നല്ല മാറ്റം, ഗുണാനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഒരല്പം മുൻപേ ചെയ്യുന്നതിന് പ്രധാന കാരണം ഈ ഒരു ശനിദോഷം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളാണ് ഈ ഒരു ജൂലൈ മാസം മുതൽ അനുഭവത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിക്കാം. നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികളാണോ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ശനി ദശ നടക്കുന്നവരാണോ, അല്ലെങ്കിൽ ജാതകവശാൽ ശനി നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ജൂലൈ മാസം മുതൽ ഡിസംബർ വരെയുള്ള ഈ ഒരു സമയങ്ങൾ, ആ ശനി ദോഷം വിട്ടുമാറുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നന്മകളും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ ശനി തന്നെ നൽകുന്ന ഒരു സ്ഥിതി ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഒരു ശനിയുടെ വക്രഗതി ഏറ്റവും ഗുണഫലമായി ലഭിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന ആ ഒരു രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. രാശിഫലം ഒരു പൊതുഫലമാണ്. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലമെന്ന് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ഇപ്പോൾ ഏഴരശനിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഏഴരശനിയുടെ ആരംഭമാണ്. ആദ്യ 2.5 വർഷ കാലഘട്ടം ഏഴരശനിയിലെ ശനി വ്യയസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പൊതുവെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളാണ് പലർക്കും അനുഭവത്തിലുള്ളത്. കയ്യിലൊരു 10 രൂപ ലഭിച്ചു കഴിഞ്ഞാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരും. പലർക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ആ രോഗദുരിതങ്ങളൊക്കെ അനുഭവത്തിൽ വരിക. പലർക്കും ഈ ഒരു കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ആശുപത്രി സംബന്ധമായിട്ടുള്ള ചിലവുകളോ ഒക്കെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മേടം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിലുണ്ട്. ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം, മന്ദത ഇതൊക്കെ അനുഭവത്തിൽ വരാം. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളും പൂർണ്ണമാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ. പലരും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു ഗൃഹനിർമ്മാണം, വീട് നിർമ്മാണത്തിന് ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ പല കാര്യകാരണങ്ങൾ കൊണ്ട് മുടങ്ങി നിൽക്കുന്നവർ, ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് വന്നു ചേർന്നവർ ധാരാളമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളുണ്ട്. പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ശനിയുടെ സ്വാധീനം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിനൊരുപാട് തടസ്സം, കാലതാമസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പലർക്കും അനുഭവത്തിലുണ്ട്. അപ്പോൾ ഏതായാലും മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനിയിലെ ഈ ഒരു ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, ചെയ്യുന്ന ജോലി മുഖാന്തരമൊക്കെ യാത്രകൾ മൂലം ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ഒരു സമയത്ത് കണ്ടുവരുന്നുണ്ട്.
നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ മാസം മുതൽ ആ ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഈ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. ആരോഗ്യം വീണ്ടും കിട്ടും. നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനും വിദേശ ജോലി ഭാഗ്യവും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരു സുഖം, സമാധാനം, സന്തോഷം, അങ്ങനെ എല്ലാവിധ നന്മകളും ശനി തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ ശനി നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ആ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നന്മകൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. അനുയോജ്യമായ വിവാഹം അതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ മുതൽ ആ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഏറ്റവും ഉത്തമമാണ്. ആ ഏഴര ശനിയിലെ ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ആ ഏഴര ശനി ദോഷങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ ബുദ്ധിമുട്ടാണ് മിഥുനരാശിയിൽപ്പെട്ട പലർക്കും. പ്രത്യേകിച്ചും ശനി നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായി നിൽക്കുന്നത് കൊണ്ട് പലർക്കും കർമ്മം സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഈ ഒരു കണ്ടകശനി തുടങ്ങിയ സമയം മുതൽ പലർക്കും ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയൊരനുഭവം, അല്ലെങ്കിൽ നല്ല ഒരു പൊസിഷനിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് പതിച്ച ഒരു അനുഭവം, അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ളൊരു മാറ്റം, അങ്ങനെ ജോലി സംബന്ധമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ധനവരവ്, ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാതിരിക്കുക, ജോലി ചെയ്യുന്നിടങ്ങളിലൊരു സമാധാനം, സന്തോഷം ലഭിക്കാത്ത അവസ്ഥ, എത്ര നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ പോലും നല്ലൊരു വാക്ക് സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന മേലധികാരികളിൽ നിന്നോ ലഭിക്കാതിരിക്കുക, നമുക്ക് ലഭിക്കേണ്ട ഒരു പ്രമോഷൻ അല്ലെങ്കിൽ പല നല്ല കാര്യങ്ങൾ ജോലിയിലുള്ളത് ഒന്നും ലഭിക്കാതിരിക്കുക, അതൊക്കെ കാലതാമസപ്പെടുക അല്ലെങ്കിൽ നീണ്ടുപോവുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് മിഥുനരാശിക്കാർ അനുഭവിക്കുന്നത്. എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിലുണ്ട്. പലർക്കും ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിലൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പുതിയൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്കും പല തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്ത് ഉള്ള ആ ഒരു ശനിയുടെ സ്വാധീനം ജൂലൈ മാസം മുതൽ വിട്ടുമാറും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുമ്പോൾ മുതൽ ജോലി സംബന്ധമായിട്ട് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ അനുഭവത്തിൽ വരിക. ജോലിയിൽ ഉയർ പദവി, ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം, ഇടം മാറ്റം, ശമ്പള വർധനവ്, ഇങ്ങനെ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, പാർട്ട്ണർഷിപ്പിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ശനി നൽകുന്നതാണ്. പ്രത്യേകിച്ചും ഈ കണ്ടകശനി കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്നവരുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്ന മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്രത്തിൽ ഉള്ള ദമ്പതികളെ സംബന്ധിച്ചും ആ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മാറ്റം ലഭിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ ആഗ്രഹം പോലെ അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ഈ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും സമയം വളരെ ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് പുതിയ ജോലി, അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണപ്രദമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് കണ്ടകശനി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമുണ്ട് മിഥുനരാശിയിൽപ്പെട്ടവർ. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആരോഗ്യവും വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്.
ശനിയുടെ വക്രഗതി കാലഘട്ടം ഈ കണ്ടകശനി ദോഷങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി ചതി, വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ഈ സമയം മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അഷ്ടമശനി ദോഷമാണ്. ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ചിങ്ങം രാശിയിൽ വരെ നക്ഷത്ര ജാതകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും അനുഭവത്തിലുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ പെട്ടെന്ന് പലതരത്തിലുള്ള താഴ്ചകൾ, വീഴ്ചകളൊക്കെ സംഭവിച്ചവർ ധാരാളമാണ്. ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പരാജയങ്ങൾ, ആ സാമ്പത്തിക ബാധ്യതകൾ കുടുംബ സ്വന്തം ബന്ധത്തിലുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരം ആ ഒരു സാമ്പത്തിക ബാധ്യതകൾ ധാരാളമായിട്ട് ലഭിച്ചവരുണ്ട്. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാലതാമസം, തടസ്സങ്ങളൊക്കെയാണ് പലർക്കും അനുഭവത്തിലുള്ളത്. നമ്മളേറെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ എപ്പോഴും കൂടെ കാണുമെന്ന് കരുതിയിരുന്ന അത്രമേൽ വിശ്വാസ്യതയുള്ള പല വ്യക്തികളിൽ നിന്നും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ അപമാനം, ചതി, ഇതൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു അഷ്ടമശനി കാലഘട്ടം ആരംഭിച്ച നാൾ മുതൽ അനുഭവത്തിലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും കടബാധ്യതകളും രോഗദുരിതങ്ങളും. ചില വ്യക്തികൾ ഈ ഒരു അഷ്ടമശനി കാലഘട്ടം ആരംഭിച്ച സമയം മുതൽ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ അനാവശ്യമായി പഴി കേൾക്കേണ്ടി വരിക, അതുപോലെ ഏതെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ മുഖാന്തരം ദമ്പതികൾ, ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടങ്ങളിലായി, രണ്ട് വീടുകളിലായിട്ടൊക്കെ കഴിയേണ്ട ഒരു താൽക്കാലിക വേർപിരിവൊക്കെ പലർക്കും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു അഷ്ടമശനി ദോഷം ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് നൽകുന്നത്. വിവാഹമൊക്കെ ആലോചിച്ച് വിവാഹ നിശ്ചയം വരെ എത്തിയ ശേഷം മുടങ്ങിപ്പോയ അനുഭവവും പലർക്കും ഉണ്ടാകാം. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു അഷ്ടമശനി ദോഷം ജൂലൈ മാസം മുതൽ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും. ആരോഗ്യം പൂർണ്ണമായി വീണ്ടുകിട്ടും. രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മെച്ചപ്പെടും. പുതിയ അവസരങ്ങൾ, പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കോടതി കേസ് വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊക്കെ പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവായി മാറിപ്പോവുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മരംഗത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം, ഒരു ഗുണഫലം, ഒരു നേട്ടങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക, അതുപോലെ അനുയോജ്യമായിട്ടുള്ള വിവാഹം ഉണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം മുതൽ അനുഭവത്തിൽ വരും. പൊതുവെ അഷ്ടമശനി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ജീവിതത്തിലെ എല്ലാ നെഗറ്റീവായിട്ട് ശനി നൽകിയിട്ടുള്ള അനുഭവങ്ങളും ശനി തന്നെ മാറ്റി നൽകുന്നതാണ് വക്രഗതി കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മുന്നോട്ട് അത്രമേൽ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് നല്ലൊരു മാറ്റമാണ് ഇനി മുന്നോട്ട് ജൂലൈ മുതൽ ഡിസംബർ വരെ ജീവിതത്തിൽ ഒരു അടിത്തറ നിലനിൽപ്പ് ലഭിക്കത്തക്ക തരത്തിൽ നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക.
ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ അർദ്ധാഷ്ടമ ശനി നടക്കുന്ന സമയമാണ്. അഷ്ടമത്തിൻ്റെ പകുതി ദോഷം, അതാണ് അർദ്ധാഷ്ടമം എന്ന് പറയുന്നത്. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിലുണ്ട്. പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, ആ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന പല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പലർക്കും ആരോഗ്യപരമായിട്ടാകാം, ചിലർക്ക് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ച്, ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, അകൽച്ചകൾ, ഇതുമൂലം ഏതായാലും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളും ധനുരാശിക്കാരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നല്ലൊരു സുഖ അനുഭവം ഇല്ല എന്ന് പറയുന്നതാണ് സത്യം. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് മന്ദത അനുഭവത്തിൽ വരുന്നു. കാലതാമസങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിലുണ്ട്. കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ ഒരുപാട് അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളുമൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന വാക്ക് വളരെ നല്ലതാണെങ്കിൽ പോലും അതിനെ കേൾക്കുന്ന വ്യക്തികൾ നെഗറ്റീവായിട്ടെടുത്ത് ആ വാക്കുകൾ മുഖാന്തരം അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ബുദ്ധിമുട്ടുകളുമൊക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. ഈ ഒരു അർദ്ധാഷ്ടമ ശനി സമയം ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊരു ജോലിയുടെ കാര്യമാണെങ്കിലും ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പലതരത്തിലും വിവാഹത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ധനുരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നോക്കുമ്പോൾ ധനുരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകൾ, പ്രയാസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിലുണ്ട്. അതൊക്കെ ഇനി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ജൂലൈ മുതൽ എല്ലാത്തിനും മാറ്റമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മുതൽ വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അകൽച്ചകളൊക്കെ വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൃഢത വരിക, സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കുക, നിങ്ങൾക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ അനുഭവത്തിൽ വരും. ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയം, കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം ലഭിക്കുക, കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹപ്രവേശം, സ്വന്തം ബന്ധങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ, ഇതൊക്കെ നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം മുതൽ അനുഭവത്തിൽ വരും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു പുനർവിവാഹം, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവുമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധനുരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന സമയം മുതൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. മാതാവ് മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ, അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്തെ ശനിയുടെ വക്രഗതി കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏഴരശനിയാണ്. ആ ഏഴരശനിയിലെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഏഴരശനിയൊക്കെ വിട്ടുമാറാൻ പോവുകയാണ്. ഇപ്പോൾ ഏഴരശനിയുടെ ദോഷങ്ങൾ ഒരു 80-90% ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏഴരശനിയിലെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ നൽകുന്നതാണ്. ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന
ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ പലർക്കും അനുഭവത്തിൽ വരും. ധാരാളമായിട്ടൊരു ധന അഭിവൃദ്ധി, സാമ്പത്തിക പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക. ആ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗമുണ്ട്. അതുപോലെ പുതിയ ജോലി, പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കുള്ള സാധ്യത, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന സമയം. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും ധാരാളം ശുഭച്ചിലവുകൾ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പലർക്കും ഒരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ ശനി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് നാളുകളായി ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. ആ സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യതകളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ശനി നൽകും. ശനി സ്ഥിരത നൽകുന്ന ഗ്രഹമാണ്. ഏഴര ശനിയിലെ പാദശനി കാലഘട്ടത്തിൽ നടക്കുന്ന വക്രഗതിയുടെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ഒരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമെന്ന് ഒറ്റ വാക്കിൽ പറയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കർമ്മം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്നും സ്നേഹിച്ചവരിൽ നിന്നും ഏറ്റ അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ഥിരത ലഭിക്കുന്ന സമയമാണ്. ഒരു ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് ജോലി ലഭിക്കുക, വിദേശ ജോലി, വിദേശവാസമൊക്കെ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അങ്ങനെ കർമ്മം മുഖാന്തരം ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം വന്നു ചേരുക. അങ്ങനെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്തുണ്ടാകും. ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ലഭിക്കുന്ന സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു മുന്നേറ്റ കാലഘട്ടം, വളരെ വലിയ മാറ്റങ്ങൾ നൽകും. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് ശനി ദശയാണോ അല്ലെങ്കിൽ ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏഴരശനിയുടെ ദോഷം വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതിൽ പ്രത്യേകിച്ചും ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ ശനി ജന്മത്തിൽ നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മീനം രാശിക്കാരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പലരും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആർക്കെങ്കിലും ഈ ഒരു ഏഴരശനി ദോഷം, അതിൽ ജന്മശനി കാലഘട്ടത്തിലെ ദോഷം കുറവായിട്ട് അത് തീരെ ലഭിക്കാതെ മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഏറ്റവും നല്ല ബലവാനായ ശുഭനായ ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ദോഷത്തിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുന്നത്. അല്ലാത്ത എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് ചിലർക്ക് മാനസികം
മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ച് അങ്ങനെ പല തരത്തിലാണ് പലർക്കും പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന മീനൻ രാശിക്കാർ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ജന്മശനി കാലഘട്ടത്തിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം നമ്മുടെ തലയിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മുടെ പാദത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പം അത്രയും അധികം ഭാരം, അതായത് അത്രയും അധികം പ്രശ്നങ്ങൾ താങ്ങി മുന്നോട്ട് പോകുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരിൽ പലരും. ചിലർക്ക് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത, അല്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, നമ്മുടെ ചുറ്റുപാടുമുള്ള വഴികളൊക്കെ അടഞ്ഞ സ്ഥിതി, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് മുന്നോട്ടൊരു വഴി ലഭിക്കാതെ. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെയുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാകട്ടെ, ഈ ജൂലൈ മാസം മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കും. പുതിയ വഴികൾ, പുതിയ മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടും. ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ളൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക, നിങ്ങളുടെ നിലനിൽപ്പ് ഒന്ന് ഭദ്രമാക്കാൻ സാധിക്കുന്ന സമയമാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊരു പരിഹാരമാർഗ്ഗം തെളിഞ്ഞ് ലഭിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിലൊരു മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മുക്തി, മോചനം ലഭിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും ശനി നിങ്ങൾക്ക് പലതരത്തിലുള്ള നന്മകൾ നൽകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി മീനം രാശിയിൽപ്പെട്ട പലർക്കും കയ്യിൽ വരുന്ന പണത്തിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ, അപ്പോൾ എത്ര കൂടുതൽ പണം വന്നാലും അത് ഒരു ചെറിയ സമ്പാദ്യം പോലും ആക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥ, ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റാത്ത അനുഭവമൊക്കെ പലർക്കുമുണ്ട്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളമാണ്. അപ്പോൾ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മീനം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സമയം മുതൽ സാമ്പത്തിക പുരോഗതി ലഭിക്കും, ഒരടിത്തറ ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതാണ്. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ച് മാറ്റങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കും. സ്വന്തം ബന്ധങ്ങളിലും അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലുമൊക്കെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ എതിർത്തവർ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞവർ, നിങ്ങളുടെ കഴിവിനെ വളരെ കുറച്ച് കണ്ടവരുടെയൊക്കെ മുൻപിൽ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലുള്ള ഒരു സാഹചര്യം ശനി തന്നെ നൽകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ശനി നൽകിയിരുന്ന ദോഷഫലങ്ങൾ ശനി തന്നെ എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേലൊരു നന്മകൾ, ഗുണാനുഭവങ്ങൾ നൽകും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും, എല്ലാ മേഖലകളിലും അനുഭവത്തിൽ വരും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യവും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മുതൽ വന്നു ചേരും. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ശനി നൽകുന്നത്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ മാറ്റം വന്ന് ജീവിതത്തിലൊരു പുതിയ വെളിച്ചം, ഒരു മാറ്റം, ഒരു വഴിത്തിരിവിൻ്റെ സമയമാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.